പഞ്ചഭൂതത്തെ പ്രതിനിധീകരിച്ച് നമ്മൾ എന്തെല്ലാം മുദ്രകൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിരുന്നു. ജ്ഞാൻമുദ്ര, വായുമുദ്ര, ആകാശമുദ്ര, ശൂന്യമുദ്ര, പൃഥ്വിമുദ്ര, സൂര്യമുദ്ര, ഇന്ദ്രമുദ്ര, വരുണമുദ്ര. ഇവയെല്ലാം 5 പഞ്ചഭൂതങ്ങൾ, അതായത് വായു, അഗ്നി, ആകാശം, പൃഥ്വി, ഭൂമി, ഇങ്ങനെയാണ് നമ്മൾ 5 വിരലുകൾ പ്രതിദാനം ചെയ്യുന്നത്. അങ്ങനെ 5 മുദ്രകളും, പിന്നെ ആ 5 മുദ്രകളിൽ തന്നെ നമ്മൾ ഓരോ വിരലും മടക്കി വെച്ചുകൊണ്ട് വ്യത്യസ്ത മുദ്രകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇനിയുള്ളത് നമ്മൾ പ്രാണിക് മുദ്രകളെ കുറിച്ച് പറയുന്നതാണ്. പ്രാണിക് മുദ്രകൾ എന്ന് പ്രാൺ മുദ്ര, അപാൻ മുദ്ര, വ്യാൻ മുദ്ര, ഉദാൻ മുദ്ര, സമാൻ മുദ്ര, ഇതെല്ലാമാണ് പ്രാണിക് മുദ്രകൾ. പ്രാൺ മുദ്രയും അപാൻ മുദ്രയും വ്യാൻ മുദ്രയും ഉദാൻ മുദ്രയും സമാൻ മുദ്രയും ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് തന്നെ വായു, വെള്ളം, ആകാശം, ഭൂമി, അഗ്നി ഇവ ചേർത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ 5 മുദ്രകളും ശീലിക്കുന്നത്. അതിന് 2-3 വിരലുകൾ നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രം. അതായത് ആദ്യമായിട്ട് ജ്ഞാനമുദ്ര പറയുകയാണെങ്കിൽ നമ്മുടെ തള്ളവിരൽ എന്ന് പറയുന്നത് അഗ്നിയെ സൂചിപ്പിക്കുന്നു. അഗ്നി, പിന്നെ നമ്മൾ 2 വിരലുകൾ, ചെറുവിരലും മോതിര വിരലുകളും ചേർത്തിട്ടാണ് നമ്മൾ പ്രാൺ മുദ്ര ഉണ്ടാക്കുന്നത്. പ്രാൺ മുദ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ചംക്രമണത്തെ പ്രതിദാനം ചെയ്യുന്നതാണ് ഈ പ്രാൺ മുദ്ര എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെയൊക്കെ അത് പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ഈ പ്രാൺ മുദ്ര ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഏത് വിധത്തിലുള്ള രോഗത്തെയും ശാന്തി വരുത്താൻ, ഷുഗർ, പ്രഷർ, പിന്നെ കാഴ്ചയ്ക്ക് വർധനവ്, കണ്ണുരോഗങ്ങൾക്കും ഈ മുദ്ര ഫലപ്രാപ്തമാണ്. എല്ലുകൾക്ക് ശക്തിയും തേജസ്സും ഓജസ്സും തരുന്നു, ക്ഷീണം അകറ്റിയിട്ട്. അപ്പോൾ ഈ മുദ്ര, പ്രാൺ മുദ്ര നമ്മൾ കരസ്ഥമാക്കിയാൽ അത് ദിവസം ഒരു 15 മിനിറ്റെങ്കിലും ചെയ്ത്, രാവിലെ 15, ഉച്ചയ്ക്ക് 15, വൈകിട്ട് 15, അങ്ങനെ 3 നേരവും 15 വീതം ചെയ്താൽ നമുക്ക് അത് ഫലപ്രാപ്തി കിട്ടുമെന്നാണ് പറയുന്നത്. എല്ലുകൾക്കായാലും നമ്മുടെ ശരീരത്തിന് മൊത്തം കാഴ്ച വർദ്ധിക്കാനും ജീവശക്തി നിലനിർത്തുന്നത് ഈ മുദ്രയാണ്. ഏകാഗ്രത, ഓർമ്മശക്തി, പ്രമേഹം, ശ്വാസകോശ രോഗങ്ങൾ, ഇച്ഛാശക്തി വർദ്ധിക്കുക, വിശപ്പിനെയും ദാഹത്തിനെയും നിയന്ത്രിക്കുക, ഇതെല്ലാം നമുക്ക് ഈ പ്രാൺ മുദ്ര ചെയ്താൽ. ഈ 3 വിരലാണ് നമ്മൾ പറഞ്ഞ പ്രാണിക് മുദ്രകളിലുള്ള പ്രാൺ മുദ്ര. ഈ മുദ്ര അഭ്യസിച്ചാലാണ് നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും പ്രാണിക് മുദ്രയിലെ പ്രാൺ മുദ്ര, ഇനിയുള്ള സമാൻ മുദ്ര, ഉദാൻ മുദ്ര, വ്യാൻ മുദ്ര, ആ മുദ്രകളെല്ലാം തന്നെ അടുത്തതിൽ പറയാം. ഇത് ആദ്യത്തെ പ്രാണിക് മുദ്രകളിലുള്ള പ്രാൺ മുദ്രയാണ്. ഇതാണ് പ്രധാനം. ഹൃദ്രോഗികളടക്കം വേദന വരുമ്പോൾ ഈ മുദ്ര അഭ്യസിച്ചാൽ നമുക്ക് അതിനൊരു ശാന്തി കിട്ടും എന്നുള്ളതാണ് ഇത് അറിഞ്ഞിടത്തോളം നമ്മൾ പറയുന്നത്. ഇത് പഠിച്ചു വെച്ചത് ബുക്കിൽ നിന്നും വായിച്ചിട്ടുള്ള അറിവാണ്. പിന്നെ ഒരു സാറിൻ്റെ കീഴിൽ പറഞ്ഞ അറിവും കൂടിയിട്ടാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ പ്രാണിക് മുദ്രയിലെ പ്രാൺ മുദ്ര പഠിക്കൂ.